ഞാൻ പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ സാരി ഇതിൻ്റെയൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഞാൻ പണ്ട് വീഡിയോ ഇട്ടിരുന്നു. കുറേ വീഡിയോസിന് മുന്നേ ആണ്. അപ്പം അതൊക്കെ ഞാൻ കളഞ്ഞു. അതൊക്കെ പണ്ടത്തെ വീഡിയോ ക്വാളിറ്റിയുടെ ഒക്കെ ഡിഫറൻസ് വന്നു. അപ്പം നമുക്ക് ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം ഇതാണ് ഇപ്പോൾ സെറ്റ് മുണ്ട്. അപ്പം ഇത് കുറേ പേര് എനിക്ക് വാങ്ങിയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു ചെറിയ റെഡും ഒരു ഒലിവ് ഗ്രീനുമായിട്ടൊരു കോമ്പിനേഷനാണ്. ഇത് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സെറ്റ് മുണ്ട് നേരിട്ടും കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇതായിരിക്കും മുണ്ട്. അതായത് ഈ 2 പീസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏതാണോ വലുത്, ലെങ്ത് കൂടിയത് ആയിരിക്കും മുണ്ട്, ഇതായിരിക്കും നേരിയത് നിങ്ങൾ മുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുണ്ടാണ് ഫസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്, അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല. ഇതൊക്കെ കൊടുക്കാൻ അറിയില്ല, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ സ്പെഷ്യലി ഫോർ ഷോർട്ട് ഗേൾസ് ആണ്. പൊക്കം കുറഞ്ഞ് വണ്ണം തീരെയില്ല, പൊക്കമില്ല, പക്ഷെ കാണാൻ ഭംഗിയുള്ള സെറ്റ് കൊണ്ടാണ് ഞാൻ കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വിഷമമുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ നമുക്ക് മുണ്ട് സ്റ്റാർട്ട് ചെയ്യാം. മുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് കിട്ടുമ്പം ഓൾറെഡി ഇവിടെ ഈ ഒരു എക്സ്ട്രാ പീസിൻ്റെ ഒരു തുമ്പ് കാണും. അപ്പോൾ ഈ തുമ്പ് നിങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ തുമ്പ് ഇത് എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പലരും ഇതിങ്ങനെ ലെങ്ത് ഇങ്ങോട്ട് ഇടും. അങ്ങനെ ഇടണ്ട. ഈ ഒരു പീസ് നിങ്ങൾ ഒന്നുകിൽ ഇത് കട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതകത്തേക്ക് മടക്കിയിട്ട്, ഈ മടക്ക് ഓൾറെഡി നിങ്ങൾ വാങ്ങുമ്പോൾ പുതുതായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കളയാതിരുന്നാൽ ഈ മടക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും, നാശമാവില്ല. എന്നിട്ട് ഈ മടക്ക് അങ്ങനെ തന്നെ നിങ്ങളുടെ ഈ ഒരു പോർഷനിലേ വരാം. അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുകയും വേണം, പക്ഷെ മിഡിലേക്ക് പോകരുത്. ഈ ഒരു റൈറ്റ് സൈഡ്, നിങ്ങളുടെ റൈറ്റ് സൈഡ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന റൈറ്റ് സൈഡിലേക്ക് ഈ ഒരു പോർഷൻ വരാവും. അപ്പം ഇതാണ് തുടക്കം കണ്ടുപിടിക്കേണ്ടത്, സ്ഥലം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കി ഭാഗം നിങ്ങൾ റൗണ്ട് ചെയ്ത് ഇപ്പുറത്ത് എടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ അറ്റം അകത്തേക്ക് പോകണം. എന്നിട്ട് ഇത് ഫ്രണ്ടിലേക്ക് വരണം. പിന്നത്തെ ഒരു പ്രശ്നമാണ്, സെറ്റും കൊണ്ട് കൊടുത്തിട്ട് നടക്കാൻ പറ്റുന്നില്ല, തട്ടി പോവാണ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഈ യൂസ് ചെയ്യുന്ന അണ്ടർസ്കേർട്ട് കഴിവതും ഇതുപോലെ ഫിഷ് കട്ടായിട്ട്, അതായത് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പ് ഇലാസ്റ്റിക് ആയിട്ടുള്ള കോട്ടന്റെ ഫിഷ് കട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കോട്ടന്റെ സാധാ അണ്ടർസ്കേർട്ട് കുഴപ്പമില്ല, പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് നിങ്ങൾ നടക്കും തോറും നിങ്ങൾ അതിൻ്റെ കോട്ടൺ ഇങ്ങനെ ലൂസായിട്ട് കിടക്കും, നിങ്ങളുടെ കാലിൻ്റെ ഇടയിൽ പെടും. അപ്പോൾ നിങ്ങൾക്ക് നടക്കുമ്പോൾ തട്ടും, അപ്പോൾ കാലിലെ മുറിവൊക്കെ പറ്റും. ഇതൊക്കെ എൻ്റെ ആദ്യകാല എക്സ്പീരിയൻസ് ആണ്. പിന്നെയാണ് ഞാനിത് പഠിച്ചു വന്നത്. അങ്ങനെയാണ് ഈ ഒരു സ്കേർട്ടിലേക്ക് ഞാനെത്തി. ഇത് വളരെ കംഫർട്ടബിൾ ആണ്. ഇത് എത്ര വേണേൽ സ്ട്രെച്ച് ചെയ്യും, നിങ്ങൾക്ക് ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഫസ്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കുക. നിങ്ങൾ ഒരാളെ ഹെൽപ്പിന് വിളിക്കുകയാണെങ്കിൽ ഇതൊരാളോട് പിടിക്കാൻ പറയുക. എന്നിട്ട് ഇതൊരിക്കലും ടൈറ്റ് ചെയ്യരുത്. ടൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ പിടിച്ചേക്കുക. നിങ്ങൾക്ക് ശീലമുള്ളവർക്കൊക്കെ അറിയാം, കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഇവിടെ അകത്തത് എടുക്കുമ്പോൾ, അകത്തത് കുത്തുമ്പോൾ അകത്തത്തെ പോർഷൻ ഒത്തിരി അങ്ങോട്ട് പോകരുത്, ഇതും ഇവിടെ നിൽക്കണം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കുത്തുന്ന ഭാഗം ഇങ്ങനെ 1-2 ഞൊറിവ് അകത്തെടുക്കുക. ഒരു പ്ലേറ്റ് ഇവിടെയും ഒരു പ്ലേറ്റ് ഇവിടെയുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് എടുത്ത് കുത്തുക. അപ്പം ഇത് ഫസ്റ്റ് നിങ്ങളത് ടക്കിൻ ചെയ്ത് തുടങ്ങണം. അപ്പം ഇതാദ്യം ടക്കിൻ ചെയ്യുക. ഇവിടെ ഒരു നോട്ട്, ഒരു മടക്കിട്ടിട്ട് ഇവിടെയും ടക്കിൻ ചെയ്യുക. വീണ്ടും നിങ്ങൾ ഒരു മടക്കൂടെ ഇട്ടിട്ട് അതും ടക്കിൻ ചെയ്യുക. പിന്നെ നിങ്ങൾ ആസ് യൂഷ്വൽ നിങ്ങളുടെ ലെങ്ത് നോക്കുക, നിങ്ങളുടെ കാല് കവർ ചെയ്താണോ നിൽക്കുന്നത്. നിങ്ങൾ ചെരുപ്പിടുന്നുണ്ടെങ്കിൽ, ഹീൽസ് ഇടുന്നവരാണെങ്കിൽ ചെരുപ്പ് ഊരാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഫുൾ ഡ്രേപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ മുകളിൽ വെള്ളപ്പൊക്കം പോലെ നിൽക്കും, അപ്പോൾ അതൊരു ഭംഗിയുണ്ടാകുന്നതാണ്. ബാക്കി നിങ്ങൾ ഇതുപോലെ തന്നെ ടക്കിൻ ചെയ്ത് പോവാം. ഇവിടെ ഇങ്ങനെ നിൽക്കും, ഇത് ചിന്തിക്കേണ്ട, ഇതകത്ത് പോകുന്നതാണ്, ഇത് അറിയില്ല. അപ്പോൾ ഇത് ബാക്കി നിങ്ങൾ ഇതുപോലെ ലെങ്ത് നോക്കി ടക്കിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന പോർഷൻ ഇതുപോലെ ടക്കിൻ ചെയ്ത് വരിക. അപ്പം നമ്മളിവിടെ എത്തി. ഇനി ഇതും ടക്കിൻ ചെയ്യുക. ഇത് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കല്ല, മറ്റേ ഹൈറ്റ് മണ്ണുള്ളവർക്കൊക്കെ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇനി ഇവിടെ വരുന്ന പോർഷൻ വളരെ ചെറിയൊരു നോട്ട് ഇതുപോലെ ഒരു
ഒരു ശകലം വരുന്ന രീതിയിൽ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം. എന്നിട്ട് ഇതൊക്കെ സെറ്റ് മുണ്ട് നിങ്ങൾ പുതിയതായിട്ട് മേടിക്കുമ്പോൾ ഈ മടക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ഓൾറെഡി ഉള്ള മടക്ക് നിങ്ങൾ ഉടുക്കുന്നതിൻ്റെ ഔട്ട്സൈഡ് വരുന്നത് പോലെ ഉടുത്താൽ നിങ്ങൾക്ക് പിന്നെ ഇത് അയൺ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഈ സെറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്ത അതേ മടക്കിൽ തന്നെയാണ് ഈ ഒരു തുമ്പിൻ്റെ മടക്കും ഈ ഒരു മടക്കും. അപ്പോൾ ഇത് രണ്ടും ഓൾറെഡി ഉള്ളതാണ്, ഞാൻ അയൺ ചെയ്തിട്ടില്ല. ഇനി ഈ മടക്ക് നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നോക്കിയിട്ട് വെളിയിൽ പോകാതെ കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷം ടക്കിങ് ചെയ്യും. അപ്പം നിങ്ങൾ അകത്തിട്ട മടക്കോ അല്ലെങ്കിൽ ഒന്നും വെളിയിൽ കാണില്ല. ഇത് വളരെ നീറ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളും, ഒരു പ്രശ്നം വരില്ല. ഇത് നിങ്ങൾ ഇനി എത്ര നടന്നാലും പിടിച്ചാലും ഒന്നും തട്ടൂല. കാരണം അകത്ത് നിങ്ങളൊരു ഒരു ഞൊറിവ് അകത്തിടണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കാല് തട്ടും. അപ്പോൾ മുണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നേരിയത് കൊടുക്കാം. ഇനിയാണ് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുടെ നേരിയതിൻ്റെ കുറേ ടെക്നീക്സും ഉണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് പാടാണ്, നമുക്ക് പഠിച്ചെടുക്കണം. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും വണ്ണം കുറഞ്ഞ ആൾക്കാർക്കും പാടാണ്. കാരണം എനിക്ക് 2.8 സെറ്റും കൊണ്ട് ഭയങ്കര വലുതാണ്, ഇത് ഒത്തിരി വലുതാണ്, ഇത് ഒരുപാട് ചുറ്റാനുണ്ടാവും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളിത് ഷോൾഡറിലേക്ക് ഇടുന്ന തുമ്പ് ആ അറ്റത്ത് ഈ ഒരു കസവ് കഴിഞ്ഞിട്ടുള്ളൊരു പീസ് കുറച്ചധികം ഉണ്ടാവും. ഈ അധികമുള്ള പീസ് ഒന്നുകിൽ ഇത് അകത്തേക്ക് വെച്ചിട്ട് ഇതൊരു അടി അടിക്കുക, ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇടണം ഒന്നുകിൽ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക, ഈ ഒരു പീസ് കട്ട് ചെയ്ത് ഇതൊരല്പം മടക്കി അടിക്കുക. അപ്പം നിങ്ങൾക്ക് ഇത്രയും ലെങ്ത് കുറഞ്ഞിരിക്കും, നിങ്ങളുടെ തുമ്പ് താഴത്തേക്ക് പോകും, അല്ലെങ്കിൽ അത് ഒരുപാട് ലെങ്ത് ആയിട്ട് കിടക്കും. അപ്പോൾ ഈ ലൈൻ കസവ് കഴിഞ്ഞിട്ട് ഇത്രയും കൂടി മതിയാവും നിങ്ങൾക്കുള്ള മെറ്റീരിയൽ. ബാക്കി ഇത്രയും കട്ട് ചെയ്യുക. എന്നിട്ട് ഈ കട്ട് ചെയ്തത് നിങ്ങൾ വേസ്റ്റ് ചെയ്യണ്ട. ഈ കട്ട് ചെയ്ത പീസ് നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പൈപ്പിംഗ് ആയിട്ടോ നെക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലത്തെ ഒരു പീസായിട്ടോ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്യാം. അത് ഒരു ടിപ്പ്. ഇനി ഈ അറ്റം, അതായത് ഇത് ഇങ്ങനെ തിരിച്ചെടുക്കാം. അതായത് ഈ അറ്റം നിങ്ങൾ ഈ ഉടുക്കുന്നതിൻ്റെ ഇവിടെ റൗണ്ട് ചെയ്ത് ഇപ്പുറത്ത് വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഈ വരുന്ന പോർഷൻ്റെ ഇവിടെ ഈ മടക്ക് ഓൾറെഡി നിങ്ങൾ സെറ്റും കൊണ്ട് പുതിയത് എടുക്കുമ്പോൾ ഈ ഒരു സാധനം ഉണ്ടാവും, ഈ ഒരു മടക്ക് ഉണ്ടാവും. ഇത് കളയണ്ട, ഇതകത്തേക്ക് വെച്ചിട്ട് ഇത് ഒരു സ്റ്റിച്ച് അടിക്കണം. ഇതകത്തേക്ക് വെക്കുക. അപ്പോൾ ഇതകത്തേക്ക് വെക്കുമ്പോൾ ഇതിൽ വരുന്നത് ഈ ഒരു മറൂൺ പോർഷനിലേക്കാണ് ഈ തുമ്പ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സെയിം എക്സാക്ട് ത്രെഡ് ഉപയോഗിച്ച് ഇതിൻ്റെ ഈ ഒരു ലൈനിൽ കൂടെ പോകുന്ന പോലെ ഒരു സ്റ്റിച്ച് ലൈൻ ഇതിലേക്കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുക. അത് ഓപ്ഷൻ നമ്പർ 1. പിന്നെ വൈറ്റ് ത്രെഡ് ഉപയോഗിച്ച് ഇനി ആ കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു വൈറ്റ് പോർഷനിൽ കൂടെ പോകുന്നതിലൂടെ ഒരു സ്റ്റിച്ച് ഇടുക. അപ്പം നമുക്ക് ഇതുവഴി കാണാൻ പറ്റും ഈ സ്റ്റിച്ച് പോകുന്നത്. ഞാൻ എൻ്റെ എല്ലാ 2.8 സെറ്റ് മുണ്ടിലും ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിൽ ഒറ്റ സ്റ്റിച്ച് ഇടാവും, അതായത് എപ്പോൾ വേണമെങ്കിലും അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒറ്റ അടി അടിക്കാവും. അതിന് കാരണം നിങ്ങൾക്ക് വണ്ണമുള്ള അമ്മയോ അല്ലെങ്കിൽ അമ്മൂമ്മയോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇത് അഴിച്ചിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പീസ് കട്ട് ചെയ്ത് കളയാം. ഇതും അപ്പുറത്തെ അറ്റത്തും രണ്ടറ്റത്തുനിന്നും ഇത്രയും പീസ് കട്ട് ചെയ്യുക. അത് കളയണ്ട, വേറെ എന്തിനെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. അതായത് ഈ തുമ്പ് ഉടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഉടുക്കരുത്, അത് ഭയങ്കര വൃത്തികേടാണ്. നിങ്ങൾ ഈ മടക്ക് എപ്പോഴും ഈ മടക്ക് ഇട്ടേക്കണം. എന്നിട്ട് ഇതിങ്ങനെ വരണം, ഉടുക്കുമ്പോൾ ഇതിങ്ങനെ തന്നെ വരണം. ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഞാൻ ഇനി പറഞ്ഞുതരാം. ഇത് കണ്ടല്ലോ, 2.8 എനിക്ക് ഇത്രയും കിടപ്പുണ്ട് താഴത്തേക്ക്. ഇതാണ് നമ്മൾ ഇനി ചെറുതാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഭാഗം ഓൾറെഡി വരുന്ന മടക്ക് കളയാതിരുന്നാൽ നീറ്റായിട്ടിരിക്കും. അടുത്ത ടിപ്പ്, ഈ ടിപ്പിൻ്റെ ഉള്ള പീസും നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക. ഇത് രണ്ടെണ്ണമാണ് നിങ്ങൾ ഉടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഉടുത്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് എടുക്കാം. ഞാനിതിൻ്റെ പ്ലീറ്റ്സ് അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ, നിങ്ങൾക്ക് വീതി കുറഞ്ഞോ കൂട്ടിയോ അത് നിങ്ങളുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കുക.
ഇതിൻ്റെ തുമ്പത്തോട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കാൻ വളരെ ഈസിയാണ്. ഇതിങ്ങനെ നിങ്ങളുടെ ഷോൾഡറിലേക്ക് വെച്ച് വെച്ച് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് പ്ലീറ്റ്സ് എടുക്കാൻ പറ്റും. നേരത്തെ എടുത്ത അളവ് ഇങ്ങനെ മുകളിൽ നിന്ന് കൊണ്ടുപോയാൽ മതി. അതിൽ കൂടുതൽ വലിയ പണിയൊന്നുമില്ല, ഇത്ര തന്നെ ഉള്ളു പണി. അപ്പോൾ ഇതിങ്ങനെ പ്ലീറ്റ്സ് ഇങ്ങനെ എടുത്തെടുത്ത് പോവുക. നിങ്ങളുടെ ലെങ്ത് നോക്കുക. ഓൾമോസ്റ്റ് കണ്ടോ, ഇത്രയും മതി എനിക്ക്, ഇത്രയും മതി. അപ്പോൾ ഈ തുമ്പ് കട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും കൂടി ഇറക്കാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും മതിയാവും എൻ്റെ ഹൈറ്റിന്. ഇത് മതിയെ നമുക്ക് ഇനി സെക്യൂർ ചെയ്യാം. ഞാനിതിവിടെ പിന്നെ കുത്താണ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ പിന്നെ കുത്തി ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. ഇത് ഇനി റൗണ്ട് ചെയ്യുക. ഇതിപ്പോൾ ഇത്രയും ലെങ്ത് കിടക്കുകയാണ്. അപ്പം നിങ്ങൾക്കിത് സ്ഥലം തിരിഞ്ഞുപോയി, തിരിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മടക്ക് അത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ബാക്ക് ടു പീസിലേക്ക് വരും. മറിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം സാരിയാണ് അങ്ങനെ വരുന്നത്. നമുക്ക് സെറ്റും കൊണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ വരുള്ളൂ. ഓക്കെ, അപ്പം ഇതങ്ങനെ ചെയ്തെങ്കിൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്കിത് ഇവിടെ എത്തിക്കണം. ഇതിവിടെ എത്തിക്കണം. അത് എത്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ഇവിടെ ഒരു പ്ലേറ്റ് ഓൾറെഡി ഇവിടെ മടക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മടക്കിൽ ഇത് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനൊരു മടക്കിൽ ഇത് കൊണ്ടുവരാം. അപ്പോൾ ഈ മടക്ക് എപ്പോഴും സ്റ്റിച്ച് ചെയ്യണം. ഇത് എന്തായാലും നിർബന്ധമായിട്ട് സ്റ്റിച്ച് ചെയ്യണം ഈ ഒരു തുമ്പ്. അപ്പോൾ നമുക്ക് ഈ ഒരു മടക്ക് ഇവിടെ ഇങ്ങനെ വെക്കുക. ഇത് കുത്താറായിട്ടില്ല, ഞാൻ പറയണം. ഇനി എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു പോർഷൻ, ഈ ഫസ്റ്റ് സംഭവം, ഇത് നിങ്ങൾ മാക്സിമം ഇങ്ങോട്ട് വലിക്കണം. അതായത് ഇങ്ങോട്ട് വലിക്കുക. നിങ്ങളുടെ ഏതാണ്ട് ഈ ഒരു പീസിൻ്റെ ലെങ്ത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വലിക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഒരു മടക്കിട്ടിട്ട് ഇതിങ്ങോട്ട് ടൈറ്റ് ചെയ്യണം. ഇതിങ്ങോട്ട് ടൈറ്റ് ചെയ്ത് ഇവിടെ പിൻ ചെയ്യാം. അപ്പോൾ ഇത് അകത്തേക്ക് വരും. ഇത് പക്ഷെ അകത്തായതുകൊണ്ട് ഇതാരും കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് അകത്ത് വെച്ചിട്ട് ഇവിടെ ഒരു സേഫ്റ്റി പിൻ കുത്താം. അപ്പോൾ ഈ ഒരു പോർഷൻ അകത്തേക്ക് വയ്ക്കുക. ഒരു മടക്ക് കിട്ടും. അതൊരു പ്ലീറ്റിനുള്ള ഒരു ലെങ്ത് ഉണ്ടാവും. എന്നിട്ട് ബാക്കി നിങ്ങളെല്ലാം പഴയ പോലെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം അറേഞ്ച് ചെയ്യുക. ഈ ഒരു പോർഷൻ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കുത്തുക. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നതുകൊണ്ടാണ്, ഞാൻ പിൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ഭംഗിയായിട്ട് തന്നെ ചെയ്യാം. ഇവിടെ പിന്നെ കുത്തണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ കുത്തി നശിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്.
ഇനി നിങ്ങൾ ഇവിടെ തിരിച്ച് വീണ്ടും വരിക. എന്നിട്ട് ഈ പോർഷൻ എടുത്ത പോലെ തന്നെ നിങ്ങൾ ഇവിടെയും കൂടി ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഷേപ്പിലൊക്കെ നിങ്ങൾ വരുത്തുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ കുറച്ച് വലിയ പിന്നെടുക്കണം. കുറച്ച് വലിയ പിന്ന്, അതായത് ബിഗർ സൈസ് പിന്ന് എടുക്കുക. അപ്പം നിങ്ങളുടെ ഈ ഒരു പോർഷൻ നിങ്ങൾ ഈ വൃത്തതൊക്കെ ശരിയാക്കിയിട്ട് ഇത് നിങ്ങളുടെ സൈഡൊക്കെ കറക്റ്റാക്കി ഷേപ്പാക്കി നിങ്ങൾ ഈ ഇപ്പത്തെ സെറ്റ് മുണ്ട് വരുന്നതിൻ്റെ മേലെ വെച്ചിട്ട് ഇത് നിങ്ങൾ ഡബിൾ പിൻ ചെയ്യണം. അതായത് ഒന്ന് കയറ്റി ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. അത് വീണ്ടും ഒന്നുകൂടെ കുത്തണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പിന്നിൻ്റെ ഇടയിൽ കൂടെ കയറിപ്പോയിട്ട് ഞാനൊരു സാരി ഡ്രൈപ്പിങ്ങിൻ്റെ ഒരു ഹാക്ക് കണ്ടതാണ്. സേഫ്റ്റി പിൻ ഇതുപോലെ ചെയ്യുന്നത്. അതായത് 2 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ വലിയ പിന്ന് കുത്തുക. അപ്പോൾ ഇതൊരിക്കലും പിന്നിൻ്റെ ഇടയിൽ കൂടെ കീറി പോകാനുള്ള സാധ്യത കുറഞ്ഞിരിക്കും. ഇനി അവിടെ വെച്ചിട്ട് നിങ്ങൾ വീണ്ടും ഇത് മടക്കണം. അപ്പം നിങ്ങൾ ഈ നേരത്തെ എടുത്താൽ മടക്കും. അപ്പം നിങ്ങൾ ഓൾറെഡി കുത്തിയ മടക്കയിലേക്ക് ഇത് വന്നോളൂ. കണ്ടോ? ഇനി നിങ്ങളിത് ടൈറ്റ് ചെയ്യുക. ഒത്തിരി വലിച്ച് ടൈറ്റ് ചെയ്യണ്ട. നിങ്ങൾ എവിടെയാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത് അവിടെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇത് കുത്തുക. അപ്പം നിങ്ങളുടെ ഏതാണ്ട് ഈ ഒരു സൈഡ് നിങ്ങൾക്ക് ഭംഗിയാക്കി. ഈ ഒരു സൈഡ് ഇത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയത്തെ ഒരു ടിപ്പിന് നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം. അതായത് നമ്മൾ ഇത്രയും ഉടുത്തതിൻ്റെ അല്ലെങ്കിൽ ഒരു സെറ്റ് മുണ്ടിൻ്റെ ഏറ്റവും ഒരു ഭംഗി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ബാക്കിൽ വരുന്ന ഈ ഒരു സംഭവമാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു തുമ്പുണ്ടല്ലോ, ഈ തുമ്പ് ബാക്കിൽ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ വരണം. അതായത് ഇതിങ്ങനെ ബാക്കിലേക്ക്, ഇത് കണ്ടോ, ഇതിങ്ങനെ ബാക്കിലേക്ക് വരണം. അതായത് ഇതൊരു ട്രയാങ്കിൾ പീസ് പോലെ നിങ്ങളുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വരണം. അപ്പൊ ഇങ്ങനെ വരണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് കയറ്റി വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു സേഫ്റ്റി പിൻ കുത്തണം. അത് നിങ്ങൾ ഒരാളുടെ ഹെൽപ്പോട് കൂടി വേണം ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു തുമ്പ് ഇങ്ങോട്ട് പോകാതെ നിങ്ങളിത് ഈ ഒരു മടക്ക് ഇങ്ങനെ ബാക്കിലേക്ക് മടക്കുക. ഈ മടക്കി തന്നെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ നേരെ നിൽക്കുക. അപ്പൊ നിങ്ങൾ ബാക്കിൽ നിൽക്കുന്നവർക്കറിയാം നിങ്ങളുടെ ബാക്കിന് കറക്റ്റ് ഒരു ട്രയാങ്കിൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ആ പോർഷനിൽ വെച്ചിട്ട് ഒരു സേഫ്റ്റി പിൻ ആ അറ്റത്തും ഈ അറ്റത്തുമായിട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.8 സെറ്റുമുണ്ട്. വളരെ ഹൈറ്റ് കുറഞ്ഞ, പൊക്കം കുറഞ്ഞ, വണ്ണം കുറഞ്ഞ ആൾക്ക് നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സംഭവം എല്ലാം ചെയ്താണ്. ഇതിങ്ങനെ സൈഡിലേക്ക് പോകും. ആ ട്രയാങ്കിൾ നിങ്ങൾ ബാക്ക് ശരിയാക്കുമ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കാം. കണ്ടോ, ഇതിങ്ങനെ ഈ സൈഡിലേക്ക് പോകും. അപ്പോഴാണ് ഇതിൻ്റെ റിയൽ ബ്യൂട്ടി എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും എന്താ ഒരു ഭംഗിയായിട്ട് ഉടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ടിപ്സ് ആയിട്ട് വന്നതാണ്. ഇത് ഞാൻ ഉടുത്തത് പെർഫെക്റ്റ് ആയിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ ഇനി ഉടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുക. ഇത് ബാക്കിൽ ലാസ്റ്റ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്ത് തന്നെ ഇരിക്കണം. എന്നാലേ ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഫിനിഷ്ഡ് ലുക്കിൽ ബ്ലൗസൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ഞാനിത് ഫൈനലായിട്ട് കാണിക്കാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മൾ ഫിനിഷ്ഡ് ലുക്കാണിത്. ഞാൻ ബ്ലൗസ് ചേഞ്ച് ചെയ്ത് ഞാൻ ഗ്രീൻ ആക്കിയതാണ് ബ്ലൗസ്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഫിനിഷ് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടി എനിക്ക് കുറച്ചുകൂടി സെറ്റ് കൊണ്ട് കൊടുത്ത് ശീലമുണ്ട്. കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കുത്തല് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ലെങ്ത് കൂടുതൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാനത് പറഞ്ഞതാണ്. അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ഇവിടെ ഒരു 2-3 ജോഡി ഇട്ടാൽ മതിയാവും. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇത് സേഫ്റ്റി പിൻ ഞാൻ കുത്തിയിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി പിൻ അവിടെ കുത്തുമ്പോൾ ഇതുപോലെ ഇരിക്കും. കണ്ടോ? അപ്പോൾ ഇതൊരിക്കലും അത് സേഫ്റ്റി പിൻ കുത്തിയിട്ടിരിക്കുവാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തോന്നത്തില്ല. വളരെ നീറ്റായിട്ടിരിക്കും. ഇതിൻ്റെ മടക്കുകൾ, അതായത് നിങ്ങൾ വാങ്ങി പുതിയതായിട്ട് ഉടുക്കാൻ പോകുമ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ള കുറേ മടക്കുകളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. അത് സെറ്റും കൊണ്ട് ഉടുക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സാരിക്ക് പക്ഷെ അങ്ങനെയല്ല. സാരിയുടെ എല്ലാം അയൺ ചെയ്ത് അതിൻ്റെ ഫോൾഡ് എല്ലാം മാറ്റിയിട്ട് വേണം സാരി ഉടുക്കാൻ. ഇതിലിങ്ങനെ കുറച്ച് ഫോൾഡ് ഉള്ളത് കൊണ്ട് അത് ഓൾറെഡി നല്ല നീറ്റായിട്ടിരിക്കും. ഇവിടുത്തെ ഫോൾഡും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മെറ്റീരിയൽ ഇതിങ്ങനെ അകത്തേക്ക് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഫോൾഡ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് സേഫ്റ്റി പിൻ കുത്തുക. ഇതുപോലെ ഒരു മടക്ക് വെച്ചിട്ട് കുത്തുക. നിങ്ങളുടെ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അത് എവിടെ ഫിനിഷ് ചെയ്യുന്നോ അവിടെ വെച്ച് കുത്തുക.
അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ 2.5 മാത്രം ഹൈറ്റ്. അതായത് ഞാൻ 5 അടി 2 ഇഞ്ചാണ്, അതായത് 158 സെന്റിമീറ്റർ ആണ് എൻ്റെ ഹൈറ്റ്. ഒരു റെഫറൻസിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഈ 2.8 സെറ്റ് കൊണ്ട് ഭയങ്കര വലുതാണ്, ഒട്ടും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാനായിട്ട് കുറച്ച് കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടേതായ ഒരു ഹൈറ്റിനനുസരിച്ച് ഉടുക്കാൻ പാകത്തിന്. അപ്പോൾ ഇതുപോലെ ഈ തുമ്പ്, അതായത് ഇപ്പോഴത്തെ തുമ്പിന് ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽ അധികം ഉണ്ടാവും, ഈ ഒരു മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ ഇത് മടക്കി അടിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെറ്റും കൊണ്ട് എന്തായാലും പ്ലീറ്റ്സ് എടുത്താണ് ഉടുക്കുന്നത്. അപ്പോൾ ഈ പ്ലീറ്റ്സ് എടുത്ത് ഉടുക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടും ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ഭയങ്കര എന്തോ ഒരു സാധനം തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ആണ് പറഞ്ഞത് ഈ മെറ്റീരിയൽ നിങ്ങൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിടണം, അല്ലെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് അവിടെ വെച്ച് മടക്കി അടിക്കണം. അത് ഒന്ന്. ഇനി അതല്ല, നല്ല ക്ഷമയുണ്ട്, നിങ്ങൾക്ക് നല്ല പരിചയമുള്ള തയ്ക്കുന്ന കടയുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നൂലിങ്ങനെ ഇളക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കുഞ്ചലം കെട്ടാൻ കിട്ടും. നിങ്ങളുടെ പട്ടുസാരികളൊക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ല, അതിനകത്ത് ഇങ്ങനെ കുഞ്ചലം കെട്ടിയിട്ടുണ്ടാവുമല്ലോ, നൂല് കെട്ടുക, ചെണ്ട് കെട്ടുക എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഇവിടെ നിന്ന് ഇത്രയും കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ് അതുപോലെ കുഞ്ചലം കെട്ടിയിടാൻ പറ്റും നിങ്ങളുടെ ഇതിൻ്റെ അറ്റത്ത്. അത് നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം, നല്ലപോലെ അത് അഴിച്ചെടുത്തിട്ട് കെട്ടിയിടാവുന്നതാണ്. അത് ചില സ്റ്റിച്ചിങ് സെൻറ്റേഴ്സ് അവർ ചെയ്തു തരും, അങ്ങനെ ചെയ്തു തരുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ഫുഡിൻ്റെ എന്താണ് ഒരു ഫിനിഷ്ഡ് ലുക്ക്. ഇപ്പം നമുക്ക് 2.5 അതിനോട് ഈ ഒരു സെറ്റും കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവരെല്ലാം അതിൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 2.5 ഈ സെറ്റും കൊണ്ട് കിട്ടുമോ? കാരണം ഈ കസവ് നല്ല കസവാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇത് ഓണത്തിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ചെറിയ ആൾക്കാർക്ക് ഈ സെറ്റും കൊണ്ട് കൊടുക്കാൻ പറ്റാറില്ല, കാരണം ഇത് ഭയങ്കര വലുതാണ്. ഇതിൻ്റെ നേരിതെന്ന് പറയുന്നത് നല്ല വലുതാണ്, അത് നല്ല ഹൈറ്റും നല്ല വണ്ണമുള്ളവർക്ക് പറ്റിയ ഒരു സെറ്റും കൊണ്ടാണ് ഈ ഒരു മേളത്തെ പോർഷൻ വലുതായതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുടെ കുഞ്ഞുങ്ങളുടെ 28 കെട്ടിനൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ 2.8 ഒട്ടും കൊടുക്കാൻ പറ്റില്ല, അത് ഭയങ്കര വലുതാണ്, 2.5 കൊണ്ടുവരുമോ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഐറ്റം 2.5 വരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. കാരണം 2.5 മേക്കിംഗ് ഇത് കുറച്ചധികം നല്ല ക്വാളിറ്റി മേക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുതൽ 2.8-നാണ്. ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുടെ സെറ്റും കൊണ്ട് ഡിമാൻഡ് ഈ ഒരു കാര്യത്തിൽ കുറവായതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ കണ്ടൊരു ഒറ്റ വഴിയേ ഉള്ളൂ, ഇത് 2.5 യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെ ഇത് ചെറുതാക്കി കൊടുക്കാം എന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചെറിയ ആൾക്കാർ വിഷമിക്കേണ്ട, ഇതുപോലെ കുറച്ച് ടിപ്സുകൾ ഒന്ന് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് 2.8-നുള്ള ഏത് സെറ്റും കൊണ്ടും ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം, ഓണം സെയിലിന് ശേഷം ഞാൻ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് നവംബർ 1-നൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, വിജയദശമിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറ്റിയില്ല. എന്തായാലും ഇതുപോലെ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ, ദെൻ ബൈ.